സോ 100% HUID ഹോൾമാർക്ക് ആഭരണങ്ങൾ വിശ്വസിച്ച് വാങ്ങിക്കാനുള്ള നിലമ്പൂരിലെ ഏറ്റവും ബെസ്റ്റ്. നിലമ്പൂരിൽ LDFും UDFും തമ്മിൽ രഹസ്യധാരണയെന്ന് NDA സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട്ട്. LDF അപ്രസക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയത് ബേപ്പൂരിൽ റിയാസിനെ ജയിപ്പിക്കാനെന്നും ഗിരീഷ് മേക്കാട്ട്. നിലമ്പൂരിൽ അപ്രസക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി ഷൌക്കത്തിന് വിജയമൊരുക്കി ബേപ്പൂരിൽ കോൺഗ്രസ് വോട്ട് വാങ്ങി റിയാസിനെ ജയിപ്പിക്കാൻ LDFും UDFും ധാരണയിലാണെന്ന് ഗിരീഷ് മേക്കാട് നിലമ്പൂർ പ്രസ് ക്ലബ് മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പറഞ്ഞു. അങ്ങനെ ഒരു ഡീലുണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ടുകൾക്കാണ് UDF ജയിച്ചത്. മുഖ്യമന്ത്രിയുടെ മരുമകനെ ജയിപ്പിക്കാൻ വേണ്ടി CPMും കോൺഗ്രസും തമ്മിൽ ധാരണയുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ട് പാറ്റേൺ വെച്ച് നോക്കിയാൽ NDAക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കും. കേരളത്തിൽ പലയിടത്തും NDA 0-ൽ നിന്നാണ് വളർന്നുവെന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇത് പ്രായോഗികമാകും. താൻ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ആ പ്രശ്നം കൃത്യമായി അറിയാം. വനമേഖലയും ജനവാസ മേഖലയും വേർതിരിക്കുന്ന ശാസ്ത്രീയമായ സംരക്ഷണ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ നടപ്പിലാക്കും. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാത്ത സാഹചര്യം ഉണ്ടാക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. നിലമ്പൂരിൽ ഒരു നല്ല സർക്കാർ ആശുപത്രി പോലുമില്ല. ഇപ്പോഴത്തെ താലൂക്ക് ആശുപത്രി സൌകര്യങ്ങൾ കുറഞ്ഞ സ്ഥലത്താണ്. അത് മാറ്റിയെടുത്ത് ഒരു മെഡിക്കൽ കോളേജ് നിലവാരത്തിലേക്ക് ഉയർത്തണം. അതുപോലെ തന്നെ CNG റോഡിന്റെ അവസ്ഥ മോശമാണ്. കൃഷി ഫാമുകളെ വികസിപ്പിച്ച് ഒരു അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ടെക്നിക്കൽ കോളേജ് കൊണ്ടുവരാൻ സാധിക്കും. കനോലി പ്ലോട്ടിലെ തൂക്കുപാലം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. വിനോദസഞ്ചാര മേഖലയെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്നുമില്ല. ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത് UDFും LDFുമാണ്. മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വത്തിനു മുന്നിൽ കോൺഗ്രസും CPMും മുട്ടുകുത്തുകയാണ്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര ചിന്താഗതിയുള്ളവരോട് നിലവിലെ MLA അടുപ്പം കാണിക്കുന്നുണ്ട്. ആര്യാടൻ മുഹമ്മദിനെ പോലെയുള്ള നേതാക്കൾ മുൻപ് ഇതിനെതിരെയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം മാറി. ഭൂരിപക്ഷ സമുദായത്തെ അവഗണിക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. SNDP വോട്ടുകൾ ഇത്തവണ NDAക്ക് ഉറപ്പായും ലഭിക്കും. എല്ലാ വിഭാഗം ആളുകളും NDAയുടെ വികസന രാഷ്ട്രീയത്തിനൊപ്പമാണ്. ഇവിടെ ശക്തമായ ഒരു മുന്നേറ്റം തങ്ങൾ കാഴ്ചവെക്കുമെന്നും ഗിരീഷ് മേക്കാട് പറഞ്ഞു. ന്യൂനപക്ഷ സമുദായം എന്നുള്ളൊരു പരിഗണനയൊന്നും NDAയെ സംബന്ധിച്ചില്ല. ഞങ്ങൾ ഭൂരിപക്ഷത്തിനെ മത്സരിപ്പിക്കും, ന്യൂനപക്ഷത്തിനെ മത്സരിപ്പിക്കും. അത് ഭൂരിപക്ഷത്തിനെയും ന്യൂനപക്ഷത്തിനെയും പരിഗണിച്ചുകൊണ്ടൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ മോഹൻ ജോർജ് മാത്രമൊന്നുമല്ല, നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾ മത്സരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ ഭൂരിപക്ഷങ്ങൾ ജയിച്ച നിലമ്പൂർ മണ്ഡലത്തിന്റെ ഒരു ചരിത്രം ഒന്ന് പറഞ്ഞുകൊണ്ടാണ്. അതെന്തുകൊണ്ടാണ് ജയിക്കാത്തത്? എങ്ങനെ? ഓക്കെ, ഞാൻ 1982 ശേഷം മത്സരിച്ച ആളുകളെന്ന് പറയാം. അതിനുശേഷം സമൂലമായ ധ്രുവീകരണം അവർ പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പൊ അവർ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പറയുന്നതിനെ കുഴപ്പമുള്ളൂ. അവരത് ചെയ്യും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഞാനൊരു കാര്യം പറയാം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പരസ്യമായി ധാരണ ഉണ്ടാക്കിയാണ് ആര്യാടൻ മുഹമ്മദ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒപ്പം സജീവമായി പങ്കെടുത്തതിന്റെ രേഖകൾ ഞങ്ങൾ കാണിച്ചു തരാം. പിന്നത്തെ സംശയം പുറത്തുവിടാം. അടുത്ത വരട്ടെ, ഇലക്ഷൻ്റെ തലോസം ഞങ്ങൾ വിടാം. അവർ ഇപ്പോഴും ഉണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തു ആര്യാടൻ ഷൗക്കത്ത് തന്നെയല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ ആരോപണം പരസ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയും തള്ളി പറയാൻ ഇവിടുത്തെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഇന്നോ നാളെയോ മറ്റന്നാളോ ആവട്ടെ, തെരഞ്ഞെടുപ്പിന് മുൻപ് ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ തള്ളി പറയുന്നു. അതിന് ഞങ്ങൾ കോൺഗ്രസിന് അതിന് വിരുദ്ധമാണ്, UDFന് വിരുദ്ധമാണെന്ന് നാളെ പറയാൻ ഞങ്ങൾ UDFനെ വെല്ലുവിളിക്കുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.